ഇന്നാണ് ഞങ്ങളുടെ ലക്ഷദ്വീപ് ട്രിപ്പ് തുടങ്ങുന്നത്. പെട്ടിയിൽ പാക്ക് ചെയ്തു. ഞങ്ങൾ 3 പേര് ഇവിടെയുണ്ട്. ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കണമേ. തലേദിവസം രാത്രിയാണ് ഞാനും ആൽബിയും അച്ചും കൊച്ചിയിലേക്ക് പോവാണ്. ബാക്കിയുള്ളവർ നെക്സ്റ്റ് ഡേ മോർണിംഗ് വന്നിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് മീറ്റ് ചെയ്യാനാണ് പ്ലാൻ. ദ ജേർണി വാസ് വെരി സ്മൂത്ത്. ഫുൾ ടൈം കടന്നുറങ്ങി. ആൻഡ് ഞങ്ങൾ ഏർലി മോർണിംഗ് കൊച്ചിയിൽ എത്തുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. നമ്മളിവിടെ എയർപോർട്ടിലെത്തി. ബാക്കിയുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അവരിവിടെ റൂം എടുത്തായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഗോവയിലേക്കാണ്, ഇന്ത്യയുടെ തന്നെ പാർട്ടി ക്യാപിറ്റൽ. തിരിച്ചിങ്ങോട്ടേക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് പോകുന്ന പോലെയല്ല. തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ഹൈ ആണ് ടിക്കറ്റ്. അതെ, ഡബിൾ കോസ്റ്റ് ആണ് ഗൈസ്, ഡബിൾ കോസ്റ്റ്. അതുകൊണ്ട് നമ്മൾ വേറെ Fly91 എയർലൈൻസ് ബുക്ക് ചെയ്തു. അത് നേരെ ഗോവയിലേക്കാണ്. ഞാൻ കണ്ണൂരാണ് പോകേണ്ടത്. അപ്പം നമുക്ക് അവിടുന്ന് ട്രെയിൻ എടുത്ത് തിരിച്ചു വരും. പ്ലാൻ ആരും എത്തി. നമ്മൾ ഇനി അകത്തേക്ക് കയറാൻ പോവാണ്. എല്ലാവർക്കും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, അതേപോലെ നമുക്ക് പ്ലെയിൻ കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലം, ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ആയിരുന്നു ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നത്. ആൻഡ് അങ്ങനെയാണ് ലക്ഷദ്വീപ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. ഫ്ലൈറ്റ് നമ്മൾ സ്വന്തമാണ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിഗോയിലാണ് അങ്ങോട്ട് പോകുന്നത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുമ്പം. കുറേ നാളുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പായിരുന്നത്. അതുകൊണ്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് കാപ്പി കുടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്ലെയിനിൽ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. സാൻഡ്വിച്ച് ആൻഡ് ജ്യൂസ്. ഹി ഹാഡ് ബട്ടർ മിൽക്ക്. കുഴപ്പമില്ല, ഞങ്ങൾ കഴിച്ചു. ഇനി എത്ര സമയത്ത് ലാൻഡ് ചെയ്യും? ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ലാൻഡ് ചെയ്യും. അപ്പൊ ടോട്ടൽ എത്ര സമയം? 1 hour and 15 minutes. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഈ ഫുൾ സീറ്റ് എല്ലാവരും പുറകെ വരുന്നുണ്ട്. സോ എക്സൈറ്റഡ്. ഭയങ്കര വെയിലില്ല, എന്തോ ഒരു ക്ലൗഡി ഫീൽ ഉണ്ട്. ബട്ട് ദെൻ ഇറ്റ്സ് സോ നൈസ്. എയർപോർട്ടിലേക്ക് ഇങ്ങനെ ഒരു വഴിയിലൂടെ എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാഗൊക്കെ നോട്ട് യു ബാഗ് പുറകെ നോക്ക്. പുറകില് അവിടെ ബാഗ് ഇറക്കുന്നുണ്ട്. അവിടുന്ന് അത് വെയിറ്റ് ചെയ്യണം. വണ്ടി ആണ്. ഇത് ഈ ഒരു വാൻ പോലത്തെ വണ്ടി. ഒരു വണ്ടി, നമുക്ക് 2 വണ്ടിയുണ്ട്. കുറേ സിനിമകളിൽ നമ്മൾ ലക്ഷദ്വീപ് കണ്ടിട്ടില്ലേ? ശരിക്കും അതുപോലെ തന്നെ. ഭയങ്കര ഹൈഫൈ ആയിട്ടൊന്നുമില്ല, ഒരു നോർമൽ പ്ലേസ് ആണ്. പക്ഷെ ഇവിടുത്തെ വാട്ടറിന്റെ ബ്യൂട്ടി അതൊന്ന് വേറെ തന്നെയാണ്. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ സ്റ്റേ ഒക്കെ ഇവർ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 3 AC റൂംസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം തോന്നിയത്, ആക്ച്വലി നമ്മൾ ഫോട്ടോ കാണിച്ച സ്ഥലമല്ല നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ വന്നപ്പോൾ തന്നത്. മറ്റേതിൻ്റെ പണി തീർന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. നല്ല ചൂടാണ്. ഞാൻ ഒരു കുടയൊക്കെ കുറിച്ച് ഇറങ്ങിയതാണ്. ഇവരിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി, ഹൈപ്പർ മാർക്കറ്റ് കയറിയിരിക്കുകയാണ്. അങ്ങോട്ട് പോയാൽ വേറെ ഹോട്ടലൊക്കെ ഉണ്ട്. നമ്മളിവിടെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കുറിക്കാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീം വാങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ടല്ലോ. ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് ബീച്ച് സൈഡിലേക്ക്. നമുക്ക് 4:30 തൊട്ടാണ് ഇന്നത്തെ സൈറ്റ് സീയിങ് തുടങ്ങുന്നത്. ഇന്ന് സൈറ്റ് സീയിങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം. നമുക്ക് റെസ്റ്റ് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ എക്സ്പ്ലോർ ചെയ്യാൻ. 2 മണി ആകുന്നത് 2 മണി എന്തോ 2:30 ഇപ്പൊ 4:30 വരെ വെറുതെ ഇരിക്കാണ്ട് 1/2 മണിക്കൂറായി നമ്മുടെ തന്നെ എക്സ്പ്ലോറേഷൻ തുടങ്ങിയിട്ട്. യെസ്, ഫുഡ് കിട്ടാൻ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു ഇവരും. പക്ഷെ കിട്ടിയില്ല. മഴ ചെറുതായിട്ട് തൂളാൻ തുടങ്ങി. എല്ലാ നമ്പർ, ഇത് 19ാമത്തെ നമ്പർ. ഇതുപോലെ കുറേ വണ്ടികൾ പോകുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ സ്ഥലമാണിത്.
ലക്ഷദ്വീപിലെ കുറേ VIP-മാർ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. മെയിൻലി ഏതെങ്കിലും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ ആയിരിക്കും. ഒരു വരുമ്പോഴത്തേക്കും ഇതുപോലെ നിരനിരയായ വണ്ടികൾ കുറേ പോകുന്ന കാണാം. അപ്പോൾ ഇത് തന്നെ ഞങ്ങൾ കുറേ ഇന്നോവോസ് കൗണ്ട് ചെയ്യായിരുന്നു അവിടെ നിന്നിട്ട്. ആരും ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല, മമ്മിയും ഇവിടെ ഉറങ്ങാണ്ടുണ്ട്. ആണുങ്ങളെല്ലാവരും ക്ഷീണത്തിലായി ഉറങ്ങിയിരിക്കുകയാണ്. വണ്ടിയിൽ ഞങ്ങൾ ഇവിടെ ബീച്ചിന്റെ ആ ഭാഗത്ത് വന്ന് നടന്നു നിന്നത്. ഇപ്പൊ വണ്ടിയിൽ നമ്മൾ ഇവിടുത്തെ സ്ഥലത്തെത്തി. ബട്ട് ശ്രീമുടി വേറെ വ്യൂ. അന്നു ക്യാമറ കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്നാലും വരുന്നുണ്ട്. എന്താ ഇവിടെ പാറ അല്ലേ? ടയറോ? ഓ പണ്ടത്തെ പോലെ. അവിടെ അടുത്ത സൈറ്റ് സീയിങ് സ്പോട്ട് നമ്മളിവിടെ ലഗൂൺ ബീച്ച് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിന്റെ കളർ തന്നെ ഡിഫറെന്റ് അല്ലേ? ഈ ഒരു നല്ല ബ്ലൂ. ഇവിടെയാണ് ദിലീപ് ചാടിയത്. ആ കപ്പലിലാണ് സൺസെറ്റ് കാണിക്കുന്നു പറഞ്ഞ് ഞങ്ങളെ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകും. പക്ഷെ സൺ ഇത് മേഘങ്ങളുടെ പുറകെ ഒളിച്ചിരിക്കുകയാണ്. ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. പഴമുണ്ട്, ഉള്ളിയുണ്ട്. അതൊക്കെ ഒരു ബോട്ടിൽ കൂടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യാണ്. എവിടെ? ഓ, there are two bikes also. ഹലോ, സോ ദിസ് ഇസ് ഡേ 2. ഇപ്പോൾ രാവിലെ ഇവിടെ 8 മണിയായി. വേറെ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ റൂംസ് ഉണ്ട് ഈ വീട്ടിൽ. അങ്ങനെ 3 റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. യെസ്റ്റർഡേ വാസ് എ നൈസ് ഡേ, സിമ്പിൾ ഡേ. മെയിൻലി സൈറ്റ് സീയിങ് ആയിരുന്നു. 9:30 സ്കൂബ ഡൈവിങ് പോകാനാണ്. ബട്ട് ഇറ്റ്സ് ഡ്രസ്ലിങ് ഔട്ട്സൈഡ്. രാവിലെ 8 തൊട്ട് എന്തോ മഴ പെയ്യുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ മഴ പെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അത് കുറയും. പക്ഷേ ഇന്നലെ നമ്മൾ വന്ന കൂട്ടത്തിലും പിന്നെ ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ കുറച്ച് VIPs വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ ഐലൻഡിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനും ചില ഏരിയാസൊക്കെ അവർക്ക് വേണ്ടി ബ്ലോക്ക്ഡ് ആണ്. ഇറ്റ്സ് നോട്ട് ഗുഡ്. കാരണം അന്ന് അവർ നേരത്തെ പറയണേ കേട്ടു. സോ ഹോപ്പ്ഫുള്ളി ദിസ് ഡേ ടേൺസ് ഔട്ട് ടു ബി ഗുഡ്. ഓ, ഇവിടെയാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. താഴെ അരക്കുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ മഴ വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണെന്ന്. നനഞ്ഞിട്ടില്ല, പക്ഷെ മഴ എന്ന് പറയാൻ അധികം ഇല്ല, തൂളുന്നേ ഉള്ളൂ. ഇവരെ ഭാഷ വേറെ ഭാഷയാണ്. ഇവിടെ 3 ഐലൻഡ് ഉണ്ട്. 3 ഐലൻഡിനും വേറെ വേറെ ഭാഷയാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. സോ ഇന്നത്തെ പ്ലാൻ ഫസ്റ്റ് സ്കൂബ ഡൈവിങ്, പിന്നെ കയാക്കിംഗ്. ഇത് രണ്ടുമാണ് സോഫ പ്ലാൻ. നമ്മുടെ പാക്കേജിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. അതിലില്ലാത്ത ഒരെണ്ണമാണ് സ്കൂബ ഡൈവിങ്. ഇത് ഇവിടെ തന്നെ വന്ന് നമ്മൾ ആളുകളെ മീറ്റ് ചെയ്ത് അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നതാണ്. നല്ല രാത്രി തന്നെ 2 പേര് വന്നിരുന്നു, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പോകണമെന്നൊക്കെ ചോദിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യാൻ വേണ്ടി. സോ ഫസ്റ്റ് തിങ് ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. 2 തരം സ്കൂബ ഡൈവിംഗ് ആണുള്ളത്. ഒന്ന് 5 മീറ്റർ ഡെപ്തിലും ഒന്ന് 15 മീറ്റർ ഡെപ്തിലും. ഈ രീതിയിൽ നിന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വായിലോട്ട് വെള്ളം. ഞങ്ങളിവിടെ കാലിട്ട് വെള്ളത്തിൽ ഇരിക്കുകയാണ്.
പപ്പയും മമ്മിയും ഇവിടെ സ്കൂബ ഡൈവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ അവിടെ ഒരു ഇളക്കം കാണുന്നത് പപ്പയും, അവിടെ എവിടെയോ മമ്മിയും ഉണ്ട്. ഇന്നലെ ക്ലൈമറ്റ് ഇച്ചിരി ഡല്ലായിരുന്നു. ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് മഴയായിരുന്നു. ബട്ട് സോ ബ്യൂട്ടിഫുൾ. വെള്ളം അതിനേക്കാളും ഭംഗി. വെള്ളം നല്ലത് കിട്ടിയതുകൊണ്ട് നല്ല വലിയ തണുപ്പുമില്ല, നല്ല വെള്ളം. ഇവർ രണ്ടൊരു വെള്ളത്തിൽ ചാടി ഓൾറെഡി. നമ്മൾ എന്തായാലും അവർ വരാൻ വെയിറ്റ് ചെയ്യാം. അതൊക്കെ ഇവര് ചാടി. എക്സ്പീരിയൻസ് നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇനിയിപ്പം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല, ഇതുവരെയായിട്ട് ചെയ്തിട്ടുമില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് മീനുകൾ, ചെറിയ മീനുകളുണ്ട്, വലിയ മീനുകളുണ്ട്, പിന്നെ ഒരുപാട് കോറൽസ് ഉണ്ട്. പിന്നെ നമുക്ക് മണലിൽ ടച്ച് ചെയ്ത് നിൽക്കാൻ പറ്റി. പിന്നെ ദൂരെ ഒരുപാട് കുഞ്ഞു ചെടികളും കാണാൻ സാധിച്ചു. മീനെ തൊട്ടു, മീനെ തൊട്ടു, മണലിൽ കയറി, മണൽ പോയി ശരിക്കും എൻജോയ് ചെയ്തു. കുറേ കഴിയുമ്പോൾ പപ്പയെ ഒരുമിച്ചുണ്ടായിരുന്നു. പപ്പയും മമ്മി ഇപ്പോൾ 5 മീറ്റർ ഡെപ്തിലുള്ള സ്കൂബ ഡൈവിങ് കഴിഞ്ഞു. അവർ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു അവർ കണ്ടതിനെ കുറിച്ചൊക്കെ. ഇനി നമ്മൾ ഡീപ്പ് വാട്ടറിലാണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് അവർ നമുക്ക് ചെറിയൊരു ട്രെയിനിങ് തരുവാണ്. വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോഴുള്ള സയൻസിനെ കുറിച്ചും ഒക്കെ ഒരു ചെറിയൊരു പ്രാക്ടീസ്. അതിൻ്റെ കൂട്ടത്തിൽ കണ്ണാത് വെള്ളം കയറി എന്ത് ചെയ്യുന്ന അറിയിക്കാൻ വേണ്ടി അവർ നമ്മുടെ കണ്ണിലും കുറച്ച് ഉപ്പ് വെള്ളം കോരി ഒഴിക്കും. ദാറ്റ് വാസ് റിയലി പെയിൻഫുൾ. രണ്ടുപേർ വെച്ചാണ് ഈ ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചെറിയ കോഫി ബ്രേക്ക് എടുത്തു. പിന്നെ കയാക്കിങ്ങും ചെയ്തു. ഹോൾ ട്രിപ്പ് നമ്മൾ വെള്ളത്തിലായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഫോണൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഓർത്ത് ഞങ്ങൾ കയാക്കിങ് കൂടി ഇതിൻ്റെ ഇടയിൽ ചെയ്തല്ലോ എന്ന്. ആക്ച്വലി ഈ ട്രിപ്പ് നടന്നത് നവംബറിലാണ്. അന്ന് ഇത്രയും വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്ത്, എൻ്റെ എഡിറ്റിംഗ് തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എല്ലാ ദിവസവും ഞാൻ കുറച്ച് ചെയ്ത് ഫൈനലി ഇപ്പോഴാണ് ഇതിൻ്റെ പണിയെല്ലാം തീർന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്യാൻ. ബട്ട് ഫോർ സം റീസൺ എനിക്ക് ഭയങ്കര പേടി തോന്നി. ഐ ഡോണ്ട് നോ, ഐ വാസ് സ്കെയർഡ് ടു ഗോ ഇൻസൈഡ് വാട്ടർ ലൈക്ക് ദാറ്റ്. അത് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇവർ ഫുൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുമായിരുന്നു. താഴേക്ക് ഭയങ്കര പ്രഷർ കൂടുതലാണ്, അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊക്കെ കേട്ടിട്ടാണോ എന്താണെന്നറിയില്ല, എനിക്ക് വെള്ളത്തിലേക്ക് മുങ്ങേണ്ട ടൈമായപ്പം ഭയങ്കര ടെൻഷനായി. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ്സ് ഞാൻ വെള്ളത്തിൽ മുങ്ങാണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഭയങ്കര നല്ല ഒരാളായിരുന്നു. അയാൾ എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ പോയത്. കാരണം ഞാൻ ക്വിറ്റ് ചെയ്ത് തിരിച്ച് ബോട്ടിൽ കയറാൻ വേണ്ടി പോയതാണ്. ബോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടു താഴെ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാൻ വരാൻ വേണ്ടിയിട്ട്. അതും കൂടി കണ്ടപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഇത് മിസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നി. ഫുൾ ധൈര്യം സംഭരിച്ച് ആ ചേട്ടൻ്റെ കൂടെ ഞാൻ താഴോട്ട് പോയതാണ്. ബട്ട് വൺസ് ഐ റീച്ച് ദെയർ, ഓ മൈ ഗോഡ്, ദിസ് വാസ് ദ ബെസ്റ്റ്. ഐ വുഡ് ഹാവ് ടോട്ടലി റിഗ്രറ്റഡ് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നി. ഡൈവിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. ഇനി വേറൊരു ഐലൻഡ് വിസിറ്റിന് വേണ്ടി പോവാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റെഡിയായി എല്ലാവരും ബോട്ട് കയറാൻ പോയിക്കൊണ്ടിരിക്കുക. ആരും നടക്കുന്നു. ഇവിടെ കാണാൻ ഈ ബോട്ടിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ വേറെ ഒരു ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സൺസെറ്റ് കാണാനുണ്ട്. പിന്നെ ഇത് ഗ്ലാസ് ബോട്ട് റൈഡാണ്. കൂടുതൽ കോറൽസ് ഉള്ള ഏരിയയിൽ ബോട്ട് നിർത്തിയിട്ട് അതിലൂടെ പോകുന്ന ഫിഷസിനെയൊക്കെ നമ്മളിങ്ങനെ കാണുമായിരുന്നു. ഇടയ്ക്ക് ടേർട്ടിൽ വരും എന്ന് പറഞ്ഞായിരുന്നു. കറക്റ്റ് നമുക്ക് നല്ല വലിയ ടേർട്ടിലിനെ കാണാനും പറ്റി. ബിസ്ക്കറ്റാണ് നിറയെ ഉണ്ട്. So many fishes in the water and the corals are so beautiful and you should actually see this. കുറേ മിനിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ഓടി വരും. കുറേ മീനെ കണ്ടു, ഗ്ലാസ് ബോട്ടിലൂടെ കണ്ടു, അല്ലാണ്ടും കാണാം. ഇവിടെ കണ്ട തിരമാല, അവിടുന്ന് വരുന്ന തിരമാല കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുത്തും. അവിടെ ഉൾക്കടലാണ്. ഇവിടെ ലഗൂണാണ്. ലഗൂണിലാണ് ഇങ്ങനെ ഹൈറ്റ് കുറവ്. അങ്ങ് ദൂരെ
ചുമ്മാ സൈറ്റ് സീയിങ്ങിന് വന്നതാണ്. ഇവിടെ കുറേ ആളുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മളും ഇതിൻ്റെ പുറകെ കാണാം. ഉൾക്കാട്ടിലേക്കൂടെയുള്ള അതിസാഹസികമായ യാത്രയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാം ഉണ്ട് ഇവിടെ. വളരെ ഭയാനകമായ സിറ്റുവേഷൻ. നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ടോ? ആണോ എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഒരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡ് നമ്മളെ കൊണ്ട് എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഐലൻഡാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഇങ്ങോട്ടാണ്. ഇവിടൊക്കെ വെള്ളം വരും. സൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി ആർ ട്രൈങ് ടു വാക്ക് ടുവേർഡ്സ് ദ സൺ. ഭയങ്കര റിസ്ക്കിയാണ്. ശരിയല്ലോ. ഇത് കിരകിരാ ഉണ്ടല്ലേ? തൊട്ടുവെക്കട എന്താ കരകരകരകരപ്പ്. ലൈക്ക് വെരി, എന്റെ മനസ്സിൽ കൂടി സോഫ്റ്റർ ആയിരുന്നു. പക്ഷെ നല്ല കരു. ശരി, നീ പറഞ്ഞ പോലെ തന്നെയുണ്ട് കാണാൻ. സൂക്ഷിച്ച് വേണം നട. ഇതിലൂടെ നടന്ന് നമ്മൾ പോവാണ്. പക്ഷെ ഇത് സ്മൂത്ത് അല്ലാത്ത ടെറൈനാണ്. എവിടെ ചന്ദ്രനിലൊക്കെ ഉള്ള ചന്ദ്രൻ പോലെയാണ് ഇതിന്റെ നേരെ ഇരിക്കുന്നത്. ശരിക്കും ഉള്ള കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം ഉണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ല. ഇങ്ങനെ വെള്ളം കയറിയിട്ട് ഇറങ്ങി പോകുന്ന സ്ഥലത്ത് കുറേ സീ കുക്കുംബേഴ്സ് ഉണ്ടായിരുന്നു. അതിനെ ആരും ഒന്നും ചെയ്യില്ല. കുറേ കുഴികളിൽ നമ്മൾ അങ്ങനെ സീ കുക്കുംബേഴ്സിനെ കണ്ടായിരുന്നു. ലക്ഷദ്വീപിലെത്തിയിട്ടുള്ള 3rd ഡേ ആണ്. ആൻഡ് ദിസ് വാസ് മൈ ഫേവറേറ്റ് ഡേ. ഇൻ എ വേ ഇത് ഞങ്ങളുടെ ഒരു ലക്കി ഡേ എന്ന് വേണമെങ്കിലും വിളിക്കാം. ഇവിടെ ഞാൻ നേരത്തെ VIPസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ VIP വന്നത് കൊണ്ട് ഇന്ന് ഞങ്ങൾ പോകാനിരുന്ന ഐലൻഡിലേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഈ ബംഗാരം ഐലൻഡിലേക്ക് 2 VIP പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗൈഡ് ചോദിച്ച് അവരെ പെർമിഷനൊക്കെ എടുത്ത് അവരെ കൂടെ നമുക്ക് പോകാൻ പറ്റിയതാണ് അങ്ങോട്ട്. ഇവിടെ എന്തെന്ന് വെച്ചാൽ നമുക്ക് പോകേണ്ടത് തിന്നക്കര ഐലൻഡിലോട്ടാണ്. ബംഗാരം ഐലൻഡിൽ VIP ഉള്ളത് കൊണ്ട് തിന്നക്കര ഐലൻഡിലേക്ക് അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ആക്ച്വലി ഇതിൽ കുറച്ച് ഹെൽപ്ലെസ് ആണ്. കാരണം VIPs വരുന്ന ടൈമൊന്നും അത്ര പ്രെഡിക്റ്റബിൾ അല്ല. വി വർ സോ ലക്കി ദാറ്റ് നമുക്ക് പോകാൻ പറ്റി. നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഫാമിലിയും അവരുടെ ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻ ദാറ്റ് ഹോൾ ഐലൻഡ്. സോ ഇൻ എ വേ വി ഹാഡ് എ വെരി പ്രൈവറ്റ് ഐലൻഡ് എക്സ്പീരിയൻസ്. കുറേ നേരം അവിടുത്തെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ഇടയ്ക്ക് മഴ പെയ്തു, ബട്ട് ഇറ്റ് വാസ് റിയലി ഫൺ ടു ബി ഇൻ ദ വാട്ടർ വിത്ത് ദ റെയിൻ. ഇവിടുന്ന് സ്നോർക്കലിങ്ങിൻ്റെ കുറച്ച് ട്രെയിനിങ് തന്നിട്ട് വിശന്നിരുന്നപ്പോൾ നല്ല ടേസ്റ്റി ഫുഡ് കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് സ്നോർക്കലിംഗ് ചെയ്തത്. അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ, അതിന് കളയോ? ഇനി തിരിച്ചിടുവോ? അത് കഴിക്കുന്ന മീനാണ്. കഴിക്കുന്ന എടാ കൈ നല്ല മീന്. പിന്നെ ഒരു ഫണ്ണിന് ഇങ്ങനത്തെ ഒരു ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ഇത് ആക്ച്വലി കുംബ്ലങ്കി നൈറ്റ്സിൽ ബ്രദേഴ്സ് കൂടി കളിക്കുന്ന ഒരു ഡാൻസ് പാർട്ടാണ്. തലേദിവസം രാത്രി നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്നത് ഷൂട്ട് ചെയ്തതാണ്. 2, 1, go. പല തവണ ഷൂട്ട് ചെയ്തെങ്കിലും ഇതാരും എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനുള്ള റീസൺ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ഇവിടുത്തെ ബോട്ട് ചെട്ടിയിലേക്ക് പോവാണ്. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ്. അതിന് മുമ്പ് ഒന്നുകൂടെ ലക്ഷദ്വീപ് കാണാനുള്ള ആഗ്രഹങ്ങൾ ഞങ്ങൾ ഇറങ്ങി നടന്നാണ്. അങ്ങനെ എല്ലാം കറങ്ങി തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു. ഓൾറെഡി ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. അതുകൊണ്ട് തന്നെ ആൽബിയും അച്ചും തിരിച്ചു പോകുന്നത് സെപ്പറേറ്റ് ഫ്ലൈറ്റിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ 5 പേരുടെയാണ് ഇപ്പോൾ ക്യാൻസലായിരിക്കുന്നത്. അതിന് കണക്ട് ചെയ്യുന്ന പോലെ നമ്മൾ ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞത് റീഷെഡ്യൂൾ ചെയ്തു ഈവനിങ്ങിലേക്ക്. അപ്പോൾ വൈകുന്നേരം വരെ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഇവിടുത്തെ ഒരു യൂഷ്വൽ തിങ് തന്നെയാണ്. ഫ്ലൈറ്റ്സ് എപ്പോഴും ഡിലേ ആവാനും ക്യാൻസൽ ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ എന്തെങ്കിലും പ്ലാൻ വെച്ചിട്ട്
ഇവിടേക്ക് വരരുത്. ഇച്ചിരി അതായത് കുറച്ച് ഫ്ലെക്സിബിൾ ടൈം വെച്ചിട്ട് വേണം നമ്മൾ ഇവിടേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് ഇസ് റിയലി എ ഹെവൻ. ദിസ് വീഡിയോ ഇസ് ആക്ച്വലി എ മെമ്മറി. കുറേയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, മോസ്റ്റ് ഓഫ് ദ സമയം നമ്മൾ വെള്ളത്തിലായിരിക്കും. 2, എൻ്റെ ഫോണിന് ചാർജ് ഉണ്ടാവില്ല. ആൻഡ് 3, സാഡ്ലി ഈ സമയത്ത് എൻ്റെ ഫോണിൻ്റെ സ്പേസും വളരെ പ്രശ്നമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കുറേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ വൈൽ എഡിറ്റിംഗ് ദിസ് എനിക്ക് ഈ ട്രിപ്പിലേക്ക് തിരിച്ചു പോകാൻ പറ്റി. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വൈ ഐ വോണ്ട് ടു പോസ്റ്റ് ദിസ്. ഇത് ബീച്ചാണ്. ഇത് ബീച്ചാണ്. ആ ബീച്ച് നോക്കി ഞങ്ങൾ എയർപോർട്ടിന് മുമ്പിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ സമയം 1:45. ഞങ്ങൾ 3:45 ഞങ്ങളുടെ ഫ്ലൈറ്റ് ചെയ്യണം. 2 മണിക്കൂർ മുമ്പ് വന്ന് വെയിറ്റ് ചെയ്യണം. പ്രകൃതി ആസ്വദിക്കുകയാണെങ്കിൽ ഫൈനലി ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഞങ്ങൾ 3 പേരാണ് ലാസ്റ്റ് ബോർഡ് ചെയ്യാൻ പോകുന്നത്. പ്ലെയിൻ കാണിച്ചായിരുന്നു. എന്താ ഇത് പ്ലെയിൻ. I know this video is not perfect or anything. Anyways, നിങ്ങൾ ആരെങ്കിലും സമയം എടുത്തത് മൊത്തം കണ്ടിട്ടുണ്ടെങ്കിൽ thank you so much. So I'll see you later. Bye bye.